സ്വർണ്ണ വിപണിയിൽ ചരിത്രത്തിരുത്ത്. ഞായറാഴ്ച സ്വർണ്ണവില മാറുന്നതാദ്യം. ഇന്ന് ഗ്രാമിന് 400 രൂപയും പവന് 3200 രൂപയും വർദ്ധിച്ചു. ഇസ്രയേലും യുഎസും ചേർന്ന് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങിയത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുന്നു. ഈ ബാക്കിയാകുന്ന തീ ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണവിലയിലാണ് മാറ്റം വരുത്തുന്നത്. പ്രതീക്ഷയും ആശ്വാസവും തരാതെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന സാഹചര്യം. പശ്ചിമേഷ്യയിൽ യുദ്ധം അതിരുവിട്ടതോടെ തങ്കവും പിടിതരുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇറാൻ ആക്രമണത്തിൽ കത്തിക്കയറി സ്വർണ്ണവില പവന് 1.25 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ വിപണിയിൽ അപൂർവ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയും വില മാറിയത് ഞെട്ടലുണ്ടാക്കുന്നു. സാധാരണ വിപണി അവധിയായതിനാൽ സ്വർണ്ണവില മാറുന്ന പതിവ് ഞായറാഴ്ച ദിവസമില്ല. എന്നാൽ ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പ് നടത്തിയിരിക്കുന്നു. തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥ. പിടിതരാതെ റോക്കറ്റ് കുതിപ്പ് തുടരുകയാണ് ഈ മഞ്ഞലോഹം. മാർച്ചിലും പിടിതരില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സ്വർണ്ണവില. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ സ്വർണ്ണവിലയും കത്തിക്കയറുന്ന സാഹചര്യം. ഒരു പവൻ സ്വർണ്ണത്തിന് 3200 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 1,26,920 രൂപയായി കൂടി. 1 ഗ്രാം സ്വർണ്ണത്തിന് 400 രൂപയാണ് കൂടിയത്. 15,865 രൂപയിലാണ് വ്യാപാരം. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 325 രൂപ വർദ്ധിച്ച് 13,030 രൂപയായി മാറി. 18 ക്യാരറ്റ് സ്വർണം പവന് 1,04,240 രൂപയിലെത്തി. അതായത് പവന് 2,600 രൂപയാണ് 18 ക്യാരറ്റിന് വർദ്ധിച്ചിരിക്കുന്നത്. വെള്ളി ഗ്രാമിനും വലിയ വർധനവാണുള്ളത്. ഗ്രാമിന് 310 രൂപയിലാണ് വിപണി വ്യാപാരം നടക്കുന്നത്. അതായത് US ഇസ്രയേൽ സഖ്യം തമ്മിലുള്ള സംഘർഷം ആഗോള വിപണിയെ ശരിക്കും പറഞ്ഞാൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതുതന്നെയാണ് വില കുതിച്ചുയരാൻ കാരണം. സംഘർഷം കൂടുതൽ ഗുരുതരമായാൽ വരും ദിവസങ്ങളിലെ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കഴിഞ്ഞ ജനുവരി 29-നായിരുന്നു 1,31,160 രൂപ രേഖപ്പെടുത്തിയത്. ഇത് സ്വർണ്ണവിലയിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായിരുന്നു. ഫെബ്രുവരി 2-ന് വില 1,07,920 രൂപയിലേക്ക് താഴ്ന്നതും ആശ്വാസമായിരുന്നു. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരിയിലെ റെക്കോർഡ് ഉയരത്തിലെത്തിയ സ്വർണ്ണവിലയെ മറികടക്കാൻ മാർച്ചിൽ ആദ്യം തന്നെ സാധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ 2 ദിവസം കൊണ്ട് മാത്രം വില കൂടിയിരിക്കുന്നത് ഏകദേശം 8,000 രൂപയിലധികമാണ്. യുദ്ധം നീണ്ടുപോയാൽ സ്വർണ്ണവില ദിവസങ്ങൾക്കകം 1.5 ലക്ഷത്തിലേക്ക് എത്തുമെന്നും ഉറപ്പാണ്. ഇതോടെ ജ്വല്ലറി വ്യാപാരികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കുമാകും. പഴയ സ്വർണം വിൽക്കുന്നവർ കൂടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഡോളർ സൂചിക, രൂപയുടെ വിനിമയ നിരക്ക്, ക്രൂഡ് ഓയിൽ വില, രാജ്യാന്തര സ്വർണ്ണവിലയിലും കാര്യമായ മാറ്റം ഇന്നുണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിൽ സ്വർണ്ണവില കൂടുന്നത് അപൂർവമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾ കൂടി ലക്ഷ്യമിട്ടതോടെ യുദ്ധം വ്യാപിക്കുന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇതിനിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത്. തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തുന്നത്. ഇത് ഇനിയും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അവശ്യവസ്തുക്കളുടെ വില ഇരട്ടിയായി കൂടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജ്വല്ലറിയിൽ നിന്ന് ഇന്ന് 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പുതിയ വിപണി വിലയ്ക്കൊപ്പം 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും മേലുള്ള GSTയും അതിൽ ഹോൾമാർക്ക് ചാർജ് ഇനത്തിൽ 45 രൂപയും ഇതിൽ മേലുള്ള 18% നിരക്കിലെ GSTയും കൂടി ചേർത്താൽ ഏകദേശം 1,40,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും. ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിൽ വലിയ മാറ്റവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 1,50,000 രൂപയാണ് 1 പവന് നൽകേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.